ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് സ്പീഡ് ആൻഡ് ലവ്. ഇതൊരു ചൈനീസ് ഡ്രാമയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ മൂവിനെ കാണിച്ചുകൊണ്ടാണ്. മൂവിൻ്റെ പേരൻസ് ഡിവോഴ്സായി അവളുടെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ കൂടെ താമസിക്കാൻ അവൾക്കൊട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അമ്മ അത് തടയുന്നുണ്ട്. നീ ഇപ്പോൾ എവിടേക്ക് പോകുക എന്ന് അമ്മ പറഞ്ഞ് ഷൗട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും ചേട്ടനെയും കാണാൻ പോകുവാണ് എന്നവൾ പറയുന്നുണ്ട്. നീ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്നും അമ്മ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി അവളുടെ സ്വന്തം ബ്രദറല്ല, അവളുടെ ഫാമിലിയിലേക്ക് അഡോപ്റ്റ് ചെയ്ത ഒരാളാണ്. അച്ഛൻ വേറെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന കാര്യം അമ്മ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഒന്ന് ഞെട്ടുന്നുമുണ്ട്. അവൾക്ക് ആ കാര്യം അറിയത്തുകൂടിയില്ലായിരുന്നു. അമ്മ പറയുമ്പോഴാണ് അവൾ അറിഞ്ഞത്. എന്തായാലും അവൾ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. അവൾ തായ്ലാൻഡിലേക്കാണ് പുറപ്പെടുന്നത്. അവളുടെ അച്ഛനും ചേട്ടനും തായ്ലാൻഡിൽ മനുഷ്യ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവളങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഉറങ്ങിപ്പോകുന്നുണ്ട്. അവളുടെ കയ്യിലിരുന്ന ഒരു പേനയും താഴെ പോകുന്നുണ്ട്. അടുത്തിരുന്ന ഒരു പാസഞ്ചറാണ് അവൾക്ക് അത് എടുത്തു കൊടുക്കുന്നത്. അവൾക്ക് ആ പേന വളരെ സ്പെഷ്യലാണ്. കാരണം അവളുടെ ചേട്ടൻ അവളെ എഴുതാൻ പഠിപ്പിച്ചത് ഈ പേന വെച്ചാണ്. തുടർന്ന് അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ മാൻഷ്യയിലേക്കാണ് പോകുന്നത്, ഞാൻ ഒരാളെ അന്വേഷിച്ചാണ് പോകുന്നതെന്നും പറയുന്നുണ്ട്. അപ്പം വളരെ ജെൻറ്റിലായ ഒരാളായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു, അവന് ഒത്തിരി അവാർഡും ട്രോഫിയും ഒക്കെ കിട്ടിയിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഈ പേന ഞങ്ങൾ അവസാനമായി കണ്ടപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോയത്. പിന്നീട് നമ്മുടെ ഹീറോയായ ജിന്നിനെയാണ് കാണിക്കുന്നത്. ജിൻ ബോക്സിംഗ് റിങ്ങിൽ കയറി വലിയ മനുഷ്യനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ആദ്യമൊന്നും അവനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിലും അത് കഴിഞ്ഞ് അവൻ ജയിക്കുന്നുണ്ട്. ഈ അടിയുടെ സമയത്ത് അവൻ്റെ കയ്യിലും മുഖത്തും മുറിവ് പറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മൂവിൻ്റെ അച്ഛനെയാണ്. അച്ഛൻ കുടിച്ച് ബോധമില്ലാതെ കിടക്കുമ്പോൾ മൂവിൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്. അച്ഛൻ ഫോൺ എടുക്കുമ്പോൾ അമ്മ പറയും മൂവ് വരുന്നുണ്ട്. ജിന്നും മൂവും തമ്മിൽ കണ്ടുമുട്ടരുത്, അതുപോലെ തന്നെ അവളെ എയർപോർട്ടിൽ പോയി വിളിച്ചോണ്ട് വരാനും പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ കുടിച്ചതുകൊണ്ട് അച്ഛന് എഴുന്നേക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ജിന്നിനെയാണ് വിളിക്കുന്നത്. നിന്റെ അനിയത്തി വരുന്നുണ്ട്, നീ പോയി വിളിച്ചോണ്ട് വരണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അവനാണെങ്കിൽ ഫൈറ്റ് കഴിഞ്ഞ് മുഖത്ത് മുറിവായിരിക്കുമല്ലേ. ഈ കോലത്തിൽ അവളുടെ മുൻപിൽ ചെല്ലാൻ പറ്റുമോ? അവൾ എന്ത് വിചാരിക്കും? ഇവനോട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന കാര്യം അവൾ അറിഞ്ഞാൽ അവൾക്ക് വിഷമമാവില്ലേ? അങ്ങനെ ചൈനയിൽ നിന്ന് തായ്ലാൻഡിലേക്ക് വന്നിട്ടുണ്ട്. അവൾ അങ്ങനെ നടന്നു വരുമ്പോൾ കുറച്ച് ആളുകൾ അവളെ ശല്യപ്പെടുത്താൻ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരാൾ അവളുടെ ദേഹത്ത് തൊടരുതെന്ന് പറയുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആയ ജിൻ പറഞ്ഞതുകൊണ്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. ജിന്ന് ഫൈറ്റ് കഴിഞ്ഞ് വന്നതാണ്. അവൻ്റെ മുഖത്ത് മുറിവുണ്ട്. അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അവനെ കണ്ടതുകൊണ്ട് തന്നെ അവൾ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും അവൻ അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിച്ച് കാറിൽ വെക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ അവരുടെ സ്ഥലത്തെത്തി അവിടെ ഒരു ട്രാഫിക്കിൽ കിടക്കുകയാണ്. നീ സ്കൂളിലാണോ അതോ ഗ്രാജുവേറ്റ് കഴിഞ്ഞോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്, പക്ഷെ കോളേജിൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അതെന്താ എന്നവൾ ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല എന്നാണ് പറയുന്നത്. അവൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട്. ആ നേരത്ത് അവിടെ ഒരാൾ ബൈക്ക് കൊണ്ട് നിർത്തുന്നുണ്ട്. എൻ്റെ ബാഗ് പൊങ്ങുന്നുണ്ട്. അത് കണ്ട് ഒന്ന് പേടിക്കുന്നുണ്ട്. അത് വേറെ ആരുമില്ല, നമ്മുടെ ജിന്നിൻ്റെ കൂട്ടുകാരനാണ്. അവൻ്റെ മുടി റെഡ് കളർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ജിൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരെന്ന് വിളിക്കാം. അവൻ ജിന്നിനോട് ചോദിക്കും, ഇതേതായി പെൺകുട്ടി, നീ പെൺകുട്ടിയായിട്ട് കറങ്ങാൻ തുടങ്ങിയോ എന്നൊക്കെ. പക്ഷേ ജിൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം ജിൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നുണ്ട്. അവിടെ ഒരു കടയുണ്ട്. അവൾ വന്നതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരിക്കും. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവനൊരു ജ്യൂസ് വാങ്ങിക്കുന്നുണ്ട്. അവളങ്ങനെ ഫോൺ എടുത്ത് ജിൻ എന്ന സേവ് ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് അവൻ ജ്യൂസായിട്ട് വരുന്നുണ്ട്. അതൊരു സ്ട്രോബെറി ജ്യൂസാണ്. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഇവർ രണ്ടുപേരും സ്ട്രോബെറി പറിച്ച് ഉടുപ്പിൻ്റെ അകത്ത് തൂക്കിയിട്ട് കഴിക്കാൻ പോകുവാണ്. ഇവർ നേരത്തെ ഭയങ്കര കൂട്ടായിരുന്നു.
ഇതിനുശേഷം അവർ കാറെടുത്ത് ജിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവളുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ജിന്നാണ്. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവൾ ചോദിക്കും അച്ഛൻ എന്തിയെന്ന്. അവൻ അച്ഛനെ കാണിച്ചു കൊടുക്കും. അച്ഛൻ അങ്ങനെ കുടിച്ച് ബോധമില്ലാതെ കിടപ്പുണ്ട്. അച്ഛൻ മറിഞ്ഞു നിന്നിട്ട് മുഖത്ത് പാടുമുണ്ട്. ആ സമയത്ത് അച്ഛൻ്റെ രണ്ടാം ഭാര്യ വരുന്നുണ്ട്. മോനോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്, മോ സുന്ദരിയാണ്, നല്ല പൊക്കമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു കൊച്ചിറങ്ങി വരുന്നുണ്ട്. അതാണ് അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ മോള്. അച്ഛൻ മോളോട് ചേച്ചിയോട് മിണ്ടാൻ പറയുന്നുണ്ട്. അപ്പോൾ ജിൻ കൊച്ചിൻ്റെ അടുത്ത് വന്ന് ചേച്ചിയോട് ഹായ് പറയാൻ പറയും. മൂവർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. അമ്മ വേണ്ടെന്ന് പറയുന്നെങ്കിലും അവ വാങ്ങിച്ചുകൊണ്ട് വന്നത് കൊണ്ട് തന്നെ അവരത് വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാം ചേർന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ജിൻ അനിയത്തിക്ക് പകരം മോന് ഭക്ഷണം എടുത്ത് കൊടുക്കുമ്പോൾ അനിയത്തിക്ക് വഴക്കിടും. എന്താ ചേച്ചിക്ക് മാത്രം കൊടുക്കുന്നത്, എനിക്കെന്താ തരാത്തതെന്ന്. അപ്പോൾ ജിൻ പറയുന്നുണ്ട് നമ്മുടെ ഗസ്റ്റാണ്, അതുകൊണ്ടാണ് കൂടുതൽ കൊടുക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ മോനൊന്ന് കുറച്ച് വിഷമാവുന്നുണ്ട്. ആ സമയത്ത് ജിൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ജിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് അവൻ വന്നത്. എന്നാൽ അവൻ അവിടെ നോക്കുമ്പോൾ പുതിയ ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ മൂവാണ്. മൂവിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പോകുന്നുണ്ട്. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജിന്നും പുറകെ പോകുന്നുണ്ട്. ജിന്ന് പോയത് കൊണ്ട് മൂവിനൊരു സമാധാനവുമില്ല. അതുകൊണ്ട് മൂ കുറച്ച് കഴിയുമ്പോൾ ജിൻ്റെ പുറകെ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മൂ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. നീ സൂക്ഷിക്കണം, അവർ നിന്നെ കൊന്നുകളയും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് വേറെ ആരുമല്ല പറയുന്നത്, കൂട്ടുകാരൻ ജിന്നിനോടാണ് പറയുന്നത്. മൂ വരുന്നത് കണ്ട കൂട്ടുകാരൻ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂട്ടുകാരൻ ഒരു കടയുണ്ട്, കടയിൽ വരണമെന്ന്. അങ്ങനെ ആ കൂട്ടുകാരൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. കൂട്ടുകാരൻ അവിടെ നിന്ന് പോകുമ്പോൾ മൂ ജിന്നിൻ്റെ അടുത്ത് ചെന്ന് ജിന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൻ പറയുന്നത് ഈ പൈസ ചിലവാക്കി ഒന്നും വാങ്ങിക്കണ്ട എന്നാണ്. എന്തായാലും ആ ഗിഫ്റ്റ് അവൻ വാങ്ങിക്കുന്നുണ്ട്. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ മൂ ഉറങ്ങുന്നില്ല. കാരണം ജിൻ അവിടെ ഇല്ല, അവനെ പുറത്തോട്ട് എവിടെയോ പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൾ ഏതോ ഒരു ആപ്ലിക്കേഷൻ വഴി ജിന്നിന് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. ആ സമയത്ത് ജിൻ ഒരു കടയിൽ കാറുമായിട്ട് വന്നതാണ്. അവൻ കാർ ഡ്രിഫ്റ്റ് ചെയ്താണ് നിർത്തുന്നത്. അവൻ കടയിൽ കയറി ഡ്രിങ്ക് എടുത്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ കയ്യിലുണ്ടെന്ന കീ താഴെ പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ടാണ് കീ എടുത്തു കൊടുക്കുന്നത്. ആ കുട്ടിയെ കാണുമ്പോൾ ജിന്നിന് എന്തോ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. മൂ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടതാണത്. അവനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം അവളത് കാണുന്നുണ്ട്. മൂ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ താഴോട്ടിറങ്ങി വരാൻ ജിന്ന് പറയുന്നുണ്ട്. അവൾ താഴോട്ടിറങ്ങി വരുമ്പോൾ അവൻ അവിടെ നിൽപ്പുണ്ട്. ഇവനെ കണ്ട ഉടനെ മൂ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നുണ്ട്. ജിൻ ചോദിക്കും നിനക്ക് വിശക്കുന്നുണ്ടോ, വാ നമുക്ക് കഴിക്കാമെന്ന്. അവൾ അങ്ങനെ അവൻ്റെ പുറകെ ചാടിത്തുള്ളി കഴിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവർ നടന്നു വരുമ്പോൾ മൂ ചാടി അവൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ബൈക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ അവളെ തട്ടേണ്ടതായിരുന്നു. പക്ഷെ ജിൻ അവളെ കൃത്യസമയത്ത് പിടിച്ചു മാറ്റുന്നുണ്ട്. അവൾ അങ്ങനെ കുറച്ചു നേരത്തേക്ക് ജിന്നെ നോക്കി ഷോക്കായി നിൽക്കുവാണ്. അവൾക്ക് പെട്ടെന്ന് ബോധം വരുമ്പോൾ അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അങ്ങോട്ടല്ല വഴി, ഇങ്ങോട്ടാണ് വഴിയെന്ന്. അങ്ങനെ അവർ നടന്നൊരു സ്ഥലത്തെത്തുന്നുണ്ട്. അവൾക്ക് എന്താ വേണ്ടതെന്നറിയില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഏറ്റവും തിരക്കുള്ള കടയിൽ പോകാമെന്ന്. അങ്ങനെ അവർ അവിടെ പോകും. അവൾക്ക് എന്ത് ഓർഡർ ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് ജിന്നാണ് അവൾക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. അവൾ അവനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ചാണ് അവൾ ചോദിക്കുന്നത്. അവൻ ഗതികെട്ട എല്ലാ കാര്യവും പറയുന്നുണ്ട്. അവൻ കുടിക്കും വലിക്കുമൊക്കെ ചെയ്യുമെന്ന് മൂവിനോട് പറയുന്നുണ്ട്. അവൾ അത് കേൾക്കുമ്പോൾ ഒന്ന് ഷോക്കാവുന്നുണ്ട്. മൂ ഫോൺ എടുക്കുമ്പോൾ മൂവിൻ്റെ അമ്മ അവൾ ചൈനയിലേക്ക് പോകാൻ നാളത്തേക്ക് ഒരു ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അവൾക്ക് ഒട്ടും പോകാൻ താല്പര്യമില്ല. അവൻ എന്തായാലും എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അവൾ ഫോൺ എടുത്ത് അമ്മയ്ക്ക് മെസ്സേജ് അയക്കും, നാളെ ഞാൻ വരില്ല എന്ന്. അമ്മ സമ്മതിച്ചിട്ടൊന്നുമില്ല. എന്തായാലും അവൾ പോകാനും പോകുന്നില്ല. ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ മുടി കളറടിച്ച് കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട്. അങ്ങനെ അവൻ ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ട് ജിൻ്റെ അടുത്തോട്ട് വരും. ജിന്നോട് അവൻ ചോദിക്കും ഇതാരെ ഗേൾഫ്രണ്ടാണോ എന്നൊക്കെ. ജിൻ പറയും അത് ഗേൾഫ്രണ്ടല്ല, സിസ്റ്ററാണെന്ന്. ആ സമയത്ത് ഫുഡ് വന്നിരുന്നു. അവൾ അത് കഴിക്കുന്നില്ല. അതിനകത്ത് അവൾക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു വെജിറ്റബിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജിന്നാണ് അത് മാറ്റി കൊടുക്കുന്നത്. ആ സമയത്ത് കൂട്ടുകാരൻ ഇവർക്ക് കുടിച്ചിറമാതിക്കാൻ ബിയർ വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ ജിന്നിന് താല്പര്യമില്ല കുടിക്കാൻ. മൂ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം വെയിറ്റർ ബിയർ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ പോകാമെന്ന് പറയുന്നുണ്ട്.
ജിന്നു അത് മനസ്സിലാക്കി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. അവരവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നീ ഈ പെൺകുട്ടിയായിട്ട് നടക്കുന്ന കാര്യം സ്നേഹിക്ക് അറിഞ്ഞാൽ നിന്നെ കൊന്നു കളയുമെന്ന്. ഇത് കേട്ട് മൂ ചോദിക്കുന്നുണ്ട് സ്നേഹിക്ക് ആരാന്ന്. അവനൊന്നും പറയുന്നില്ല. ആ സമയത്ത് കുറച്ച് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ജിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നാൽ കൂട്ടുകാരൻ അങ്ങോട്ട് ചെന്ന് തടയുന്നുണ്ട്. ജിന്നിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ അവരുടെ അടുത്തിട്ട് പോയത്. എന്നാൽ അവനെ അടിച്ചിട്ട് ജിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു നല്ല ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ഫൈറ്റിൻ്റെ ഇടയ്ക്ക് കൂട്ടുകാരൻ ബൈക്കിൻ്റെ കീ ജിന്നിന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ അങ്ങനെ ബൈക്കും എടുത്ത് രക്ഷപ്പെടുന്നുണ്ട്. അവൾ അവനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡോടെ കഴിഞ്ഞിരിക്കുകയാണ്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത എപ്പിസോഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.